നമസ്കാരം. പ്രധാന വാർത്തകൾ. സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ സിനിമാ സംഘടനകളുടെ പ്രതിഷേധം. സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിന്റെയും ടൈറ്റിലിലെയും ജാനകി എന്ന പേര് മാറ്റണമെന്ന സെൻസർ ബോർഡ് നിർദ്ദേശത്തിനെതിരെ തിരുവനന്തപുരത്ത് സിനിമാ സംഘടനകളുടെ പ്രതിഷേധം. സിനിമാ പ്രവർത്തകരുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ ഫെഫ്ക, താരസംഘടനയായ അമ്മ, നിർമ്മാതാക്കളുടെ സംഘടന കേരള ഫിലിംസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവർ സംയുക്തമായാണ് പ്രതിഷേധം നടത്തുന്നത്. തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിലെ റീജിയണൽ സെൻസർ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിലാണ് സമരം. സിനിമാ താരങ്ങളും നിർമ്മാതാക്കളും സംവിധായകരും അണിയറ പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. പ്രതിഷേധക്കാർ പ്രതീകാത്മകമായി കത്രികകൾ കുപ്പത്തൊട്ടിയിൽ നിക്ഷേപിച്ചു. കലാകാരന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്ത എല്ലാ കത്രികകളും ചെന്നെത്താൻ പോകുന്ന സ്ഥലം കുപ്പത്തൊട്ടിയാണെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രഖ്യാപിച്ചു. VS അച്യുതാനന്ദന്റെ നില ഗുരുതരം. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്ന് രാവിലെ 11-ന് മെഡിക്കൽ ബോർഡ് ചേർന്ന് VSന്റെ ആരോഗ്യനില വിലയിരുത്തിയിരുന്നു. ഇതിനുശേഷമാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VS അച്യുതാനന്ദനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. തൃശൂരിലെ നവജാത ശിശുക്കളുടെ കൊലപാതകം, രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ഭവിന്റെ വീടിന്റെ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇന്നലെ ആദ്യത്തെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ദൃക്സാക്ഷികൾ ഇല്ലാത്തതിനാൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിലാണ് അനീഷയുടെയും ഭവിന്റെയും വീടുകളിലും പരിസരത്തും പരിശോധന നടത്തിയത്. ഇരുവരുടെയും പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായി. മേയറെ കൊല്ലും, റീത്തുമായി പ്രതിപക്ഷ അംഗങ്ങൾ. തൃശൂർ നഗരസഭാ യോഗത്തിൽ ബഹളം. റോഡ് അപകടത്തെ ചൊല്ലി തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വാക്കേറ്റമായതോടെ കോർപ്പറേഷൻ യോഗം അരമണിക്കൂർ നേരത്തേക്ക് നിർത്തിവെച്ചു. 3 ദിവസം മുൻപ് MG റോഡിൽ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചിരുന്നു. യുവാവിന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചുവന്ന ചായത്തിൽ കുളിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ യോഗത്തിൽ എത്തിയത്. ഈ വിഷയം ചർച്ച ചെയ്യാൻ വിസമ്മതിച്ചതോടെ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നാകെ ടേബിളിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. പ്രതിരോധിക്കാൻ ഭരണപക്ഷം രംഗത്തിറങ്ങിയതോടെ രംഗം കലുഷിതമായി. യോഗത്തിൽ പ്രശ്നമുണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നതിനാൽ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. തൃശൂരിൽ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്താണ് അറസ്റ്റിലായത്. വലപ്പാട് സ്വദേശി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. അതേസമയം പരാതി വ്യാജമാണെന്നും ഫോണിലൂടെയുള്ള പരിചയം മാത്രമാണുള്ളതെന്നും 2 വർഷമായി പരാതിക്കാരി ജസീലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും കുടുംബവും സുഹൃത്തുക്കളും പറയുന്നു. പരാതിക്കാരിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും ജസീലിന്റെ ബന്ധുക്കൾ പറഞ്ഞു.